കെ ഷാനിബ് കൂടി ചേരുന്നുണ്ട്. ഷാനിബ്, ഇവിടെ ഇന്നത്തെ പ്രതിഷേധം അത് ഡിവൈഎഫ്ഐ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമായിരുന്നില്ല, നാട്ടുകാരാണ് ഇറങ്ങിയത് എന്ന്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ കൊടിയൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ആ കൊടിയുമായാണ് ആ വാഹനമൊക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ അത് നാട്ടുകാരാണെന്ന് പറഞ്ഞു ഒഴിയുന്നതിൽ ഒരു ശരികേടില്ലേ? അല്ല, ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്വാഭാവികമായി ഓരോ പ്രദേശത്തും പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിൽ പാർട്ടി പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും. അതല്ലാതെ സംസ്ഥാനത്ത് നമ്മൾ ഇങ്ങനൊരു പരിപാടി ഒരു ആസൂത്രണം ചെയ്ത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അവിടെ നടന്നിട്ടുള്ളത് ഇതുപോലെയുള്ള പ്രതികരണങ്ങളൊക്കെ മുൻപും ഇപ്പം മന്ത്രിമാർക്കെതിരെയൊക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള എത്ര പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര തരത്തിലുള്ള പിന്നെ വാഹനം അതൊക്കെ ശരിയാണ്. അതൊക്കെ ആരോപണങ്ങൾ കൊണ്ടുണ്ടായതാണ്, പല പരാതികളിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങളാണ്. പക്ഷേ ഷാഫിക്കെതിരെ എന്തിനായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം? അല്ല, ഷാഫിക്കെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾ കൃത്യമായിട്ട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പിന്നെ ഈ പാലക്കാടുള്ള ഒരു സൈക്കോപാത്തുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇയാൾക്കെതിരെ കൃത്യമായി നടപടി ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു സൂചന നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പാലക്കാട് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം. ഷാഫിക്കെതിരെ ഇത്തരത്തിൽ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വി ഡി സതീശൻ പറഞ്ഞത് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആ നടപടി എടുക്കുന്ന ഒരു സമയത്താണ് പിന്നെ ഇയാള് ബീഹാറിൽ നിന്ന് ബീഹാറിലേക്ക് ഒളിച്ചോടിയ ആള് ബീഹാറിൽ നിന്ന് നേരെ ബാംഗ്ലൂർ വഴി കേരളത്തിൽ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ പൊറുക്കുന്ന വർത്തമാനങ്ങളല്ല. കാരണം അയാളുടെ മാന്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെച്ചു, അയാൾ അന്തസ് കാണിച്ചു എന്ന മട്ടിലൊക്കെയാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ സംഭവിക്കുക? പ്രതികരിച്ചിട്ടില്ല.